RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് ADGP MR അജിത് കുമാർ. സ്വകാര്യ സന്ദർശനമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ADGPയുടെ വിശദീകരണം. RSS നേതാവിനെ കാണാൻ ADGP സ്വകാര്യ വാഹനത്തിലെത്തിയത് DGPയെയും ഇന്റലിജൻസ് മേധാവിയെയും സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിച്ചിട്ടും സർക്കാർ കണ്ണടച്ചു. ഇതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ ആരോപണങ്ങളിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. ADGP MR അജിത് കുമാറും RSS നേതാവ് ദത്താത്രേയ ഹൊസബല്ലയുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തെ മുഖ്യമന്ത്രിയിലേക്കാണ് പ്രതിപക്ഷം തിരിച്ചുവിടുന്നത്. മുഖ്യമന്ത്രിയുടെ RSS ബാന്ധവമെന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് തൊടുത്ത അസ്ത്രം CPIM-നെയും സർക്കാരിനെയും ചുട്ടുപൊള്ളിക്കുകയാണ്. കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്ന MR അജിത് കുമാറിന്റെ വിശദീകരണം എരിതിയിലെ എണ്ണയായി. വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ADGP MR അജിത് കുമാറിനോട് വിശദാംശങ്ങൾ തേടിയത്. RSS ദേശീയ ജനറൽ സെക്രട്ടറിയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. RSS നേതാവ് A വിജയകുമാറിന്റെ വാഹനത്തിലാണ് കഴിഞ്ഞ വർഷം മെയ് 22-ന് ADGP കൂടിക്കാഴ്ചയ്ക്കെത്തിയത്. ജയകുമാർ തന്റെ സഹപാഠിയെന്നും സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നുവെന്നുമാണ് അജിത് കുമാറിന്റെ വിശദീകരണം. ADGP RSS നേതാവിനെ കണ്ട വിവരം തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് പിറ്റേ ദിവസം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയെയും ഇന്റലിജൻസ് മേധാവിയെയും സർക്കാരിനെയും അറിയിച്ചിരുന്നു. കൂടിക്കാഴ്ച വിവരം സർക്കാർ അറിഞ്ഞിട്ടും ADGPയോട് ആ ഘട്ടത്തിലൊന്നും വിശദീകരണം ചോദിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ADGP RSS നേതാവിനെ കണ്ടതെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദത്തിന് മൂർച്ച നൽകുന്നത് ഇതാണ്. കൂടിക്കാഴ്ച വിവാദത്തെ പൂരം അലങ്കോലപ്പെടുത്തിയതിലേക്കും തൃശൂരിലെ BJP വിജയത്തിലേക്കും അതിനു പിന്നിൽ ചരടുവലിച്ചത് മുഖ്യമന്ത്രിയാണ് എന്ന തലത്തിലേക്കും പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ CPIM-ഉം സർക്കാരും മുഖ്യമന്ത്രിയും മറുപടി പറയാൻ നിർബന്ധിതമാകും. വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എന്താകുമെന്ന് രാഷ്ട്രീയ കേരളം കാതോർക്കുന്നു. 24 തിരുവനന്തപുരം. ADGP RSS നേതാവിനെ കണ്ടെന്ന് അന്നേ അറിഞ്ഞിട്ടും MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് CPIM-ന് വേണ്ടിയല്ല കൂടിക്കാഴ്ച നടന്നത് എന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ADGP പോയതെന്നും പ്രതിപക്ഷ നേതാവ്. വാദത്തിന് സമ്മതിച്ച മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ, അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിലധികമായല്ലോ. അപ്പോഴും അയാൾ ആ സ്ഥാനത്തിരിക്കുകയാണ്. തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ട് 1 മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണോ? അപ്പൊ ഗോവിന്ദൻ സത്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി അപമാനിക്കുക. അങ്ങനെ അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്. മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രിക്കില്ലാത്ത ആത്മാർത്ഥതയോടുകൂടി സുരേന്ദ്രൻ വന്ന് പറഞ്ഞതിന് ഓന്റെ കള്ളപ്പണ കേസ്, കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്തതിന്റെ നന്ദി പറയാണ് പിണറായി വിജയന് വേണ്ടിയിട്ട് സുരേന്ദ്രൻ സംസാരിക്കുന്നത്. RSS നേതാവുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ വെട്ടിലായി CPIM. കൂടിക്കാഴ്ചയിൽ ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച് CPI ADGPയെ കടന്നാക്രമിച്ചു. കൂടിക്കാഴ്ച ദുരൂഹമാണെന്നും അന്വേഷണം വേണമെന്നും ബിനോയ് വിശ്വം തുറന്നടിച്ചു. കൂടിക്കാഴ്ച നടന്നെങ്കിൽ CPIM-ന് എന്ത് ഉത്തരവാദിത്തമെന്ന ദുർബല പ്രതിരോധമായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റേത്. RSS നേതാവുമായി ADGP MR അജിത് കുമാർ ചർച്ച നടത്തിയതിൽ LDF-ൽ വിവാദം കത്തുകയാണ്. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച വിവരം പുറത്തു വന്നത്. കൂടിക്കാഴ്ചയിൽ കടുത്ത നിലപാടിലാണ് CPI. കൂടിക്കാഴ്ച ദുരൂഹമാണ്. ഇടതു ചെലവിൽ ഒരു ഉദ്യോഗസ്ഥനും ചർച്ച നടത്തേണ്ടെന്നും കൂടിക്കാഴ്ചയുടെ വിവരം ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് RSS-ന്റെ മേധാവിയുമായിട്ട് പങ്കിടാനുള്ളത് നിങ്ങൾക്കറിയില്ല. സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് LDF-ഉമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. കൂടിക്കാഴ്ച നടന്നെങ്കിൽ ഗൗരവമുള്ള കാര്യമാണെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. വാർത്ത ശരിയാണെങ്കിൽ, വാർത്ത വസ്തുതാപരമാണെങ്കിൽ അത് വളരെ അതീവ ഗൗരവമുള്ള കാര്യമാണെന്ന് ഞാനിപ്പോൾ പറയുന്നു. കൂടിക്കാഴ്ചയിൽ വെട്ടിലായ CPIM ദുർബല പ്രതിരോധമാണ് ഉയർത്തുന്നത്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ CPIM-ന് എന്ത് ഉത്തരവാദിത്തമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. ഉദ്യോഗസ്ഥർ ആരെയെല്ലാം കാണാൻ പോകുന്നുണ്ടെന്നും ADGP CPIM-കാരനല്ലെന്നും മന്ത്രി MB രാജേഷ്. ADGP CPM നേതാവല്ലെന്നേ, എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം ഒറ്റയ്ക്ക് ആരെ കാണാൻ പോകുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ വരുന്ന കാര്യമില്ല. ഇപ്പം അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. CPI-യുടെ കടുത്ത നിലപാടോടെ കൂടിക്കാഴ്ചയിലും തൃശൂർ പൂര വിവാദത്തിലും സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, മുതിർന്ന RSS നേതാവ് രാം മാധവുമായി ADGP
കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വാർത്തയാണ്. ഇക്കാര്യം സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നതെന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. RSS ADGP വിവാദ കൂടിക്കാഴ്ചയിൽ സർക്കാരും CPIയും ദുർബല പ്രതിരോധം തീർക്കുമ്പോൾ ആരോപണം പ്രതിപക്ഷ നേതാവിലേക്ക് തിരിച്ചുവിടാൻ PV അൻവറിന്റെ ശ്രമം. പുനർജനി കേസ് അട്ടിമറിക്കാൻ VD സതീഷിന് വേണ്ടിയാണ് ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് PV അൻവറിന്റെ വാദം. എന്നാൽ PV അൻവറിന്റെ ആരോപണം മറുപടി അർഹിക്കുന്നില്ലെന്നും പുനർജനി കേസിൽ ED അന്വേഷണത്തിന് തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകി. അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇവർ തമ്മിൽ കൂടിയാലോചന നടക്കുന്നത് എന്താ കാരണം? പുനർജനി കേസിൽ ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങും എന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. അപ്പം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പ്രതിപക്ഷ നേതാവിന് RSSുമായി ബന്ധമുണ്ട്, അജിത് കുമാറുമായി ബന്ധമുണ്ട്. പുനർജനി കേസിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി അൻവർ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു. 150 കോടി രൂപ ഞാൻ മറ്റേ മീൻ വണ്ടിയിൽ കൊന്നു. അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ED അന്വേഷിച്ചോട്ടെ. അൻവർ ഒരു പരാതി EDക്ക് കൂടി കൊടുത്തു. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല രൂപത്തിൽ വരുന്നുണ്ട്. PV അൻവറിന്റെ ആരോപണങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ഇതിൽ കമൻറ്റുകൾ വരുന്നുണ്ട്. CPI മറുപടിയൊക്കെ ക്യാപ്സൂളായി കാണുന്ന പ്രേക്ഷകരുമുണ്ട്. അങ്ങനെ ആ വിഷയം ഇപ്പോൾ സജീവമായി പ്രേക്ഷകരും ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് കമൻറ്റുകളിൽ. ADGP MR അജിത് കുമാർ RSS നേതാവ് രാം മാധവിനെ കണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. കോവളത്തെ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ADGP MR അജിത് കുമാർ ഹൊസബല്ലയെ കണ്ടു എന്നുള്ള ആരോപണം അത് വലിയ തരത്തിൽ പ്രതിപക്ഷം ആയുധമാക്കുന്നതിനിടെയാണ് ഈ മുതിർന്ന RSS നേതാവ് റാം മാധവനെയും കണ്ടു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. തിരുവനന്തപുരത്തായിരുന്നു ആ കൂടിക്കാഴ്ച എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. MR അജിത് കുമാർ റാം മാധവനെ കണ്ടുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് വിവരം. കോവളത്തെ ഒരു ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. 2 സന്ദർശന വേളകളിലായിരുന്നു കൂടിക്കാഴ്ചയെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ 2 കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ DGPയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം അത് പരിശോധിക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇതടക്കം നിലവിൽ ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച പരാതികളിലെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് രാഷ്ട്രീയമായി CPIനും സർക്കാരിനും വലിയ തലവേദന ഉണ്ടായിക്കൊണ്ട് ഈ കൂടിക്കാഴ്ച വിവരങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ, അതായത് ഇന്ന് രാവിലെ പുറത്തു വന്ന വിവരം അനുസരിച്ച് ഈ കൂടിക്കാഴ്ചകൾ, അതായത് ദത്താത്രേയ ഹൊസബല്ലയെ അജിത് കുമാർ കണ്ടു എന്ന് ആഭ്യന്തര വകുപ്പിന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ കൂടിക്കാഴ്ച എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ പ്രതിപക്ഷം ആയുധമാക്കുന്നതിനിടെയാണ് പുതിയൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെ സർക്കാർ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഷഫീദ്, ഏത് സമയത്തായിരുന്നു ഈ കൂടിക്കാഴ്ച? അത്തരത്തിൽ വിവരമുണ്ടോ ഷഫീദ്? ഉന്മേഷ, നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ റാം മാധവ് കേരളത്തിലേക്ക് എത്തിയ സമയത്തായിരുന്നു കൂടിക്കാഴ്ച എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ സമയം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതക്കുറവുകളുണ്ട്. അല്ലെങ്കിൽ ആ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇക്കാര്യം പറയാൻ കഴിയൂ. ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് സ്പെഷ്യൽ ബ്രാഞ്ച്, അത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ ഈ വിവരം അറിയിച്ചു. ഇന്റലിജൻസ് ADGPയോടക്കം ഈ വിവരം അറിയിച്ചു. എന്നിട്ടും സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാൻ തയ്യാറായില്ല എന്നുള്ള ആക്ഷേപം ഇപ്പോൾ പ്രതിപക്ഷം സജീവമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ADGP MR അജിത് കുമാറിന്റെ കുറ്റസമ്മതം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. തൃശൂരിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ വഴിയൊരുക്കിയെന്നും ED കേസുകൾ ഇല്ലാതാക്കാൻ നടത്തിയ ഡീൽ ആയിരുന്നു കൂടിക്കാഴ്ച എന്നുമാണ് ആക്ഷേപം. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളിൽ നിന്ന് കേന്ദ്ര ഏജൻസികൾ പിന്മാറിയത് മുഖ്യമന്ത്രിയുമായുള്ള ഡീൽ എന്നായിരുന്നു കോൺഗ്രസ് ആരോപണം. ADGP RSS നേതാവ് കൂടിക്കാഴ്ച പുറത്തുവന്നതോടെ ആരോപണത്തിന്റെ മൂർച്ച കൂട്ടുകയാണ് പ്രതിപക്ഷം. ADGPയെ പറഞ്ഞുവിട്ടത് മുഖ്യമന്ത്രിയാണ്. ലക്ഷ്യം അക്കൗണ്ട് തുറക്കാൻ BJPയെ സഹായിക്കൽ, അതുവഴി കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് തലയൂരൽ. മുഖ്യമന്ത്രിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ: 1 കേസുകൾ പിൻവലിക്കുക, കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെ; 2 ഭരണ തുടർച്ചയുണ്ടാക്കുക. കേരളത്തിനോട് മാത്രമല്ല, സ്വന്തം പ്രസ്ഥാനത്തിനോടും. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ത്യാഗം കൊണ്ട് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തിനെ RSSന് വേണ്ടി, സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒറ്റിക്കൊടുത്ത മുഖ്യമന്ത്രി എന്നാണ് ഭാവിയിൽ പിണറായി വിജയൻ അറിയപ്പെടുക. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാനാണ് തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിയതെന്നും വിമർശനം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ പിന്നിൽ ഈ രഹസ്യ ധാരണയാണ്. ഇതിന് സുരേഷ് ഗോപിയും മറുപടി പറയണം. അദ്ദേഹമാണ് ഇതിന് ഗുണഭോക്താവ്. BJP മറുപടി പറയണം. ഇതിനെ സംബന്ധിച്ച് ഒരക്ഷരം BJP നേതൃത്വം പറയുന്നില്ലല്ലോ. അപ്പോൾ CPIയും BJPയും തമ്മിലുള്ള അന്തർധാര മറനീക്കി പുറത്തു വന്നിരിക്കുന്നു.
ADGP MR അജിത് കുമാർ RSS നേതാവ് കൂടിക്കാഴ്ചയിൽ ഗൂഢാലോചനയുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം BJP സംസ്ഥാന അധ്യക്ഷൻ തള്ളി. VD സതീശൻ പറഞ്ഞത് തൃശൂർ പൂരം അലങ്കോലമാക്കാൻ RSS സർക്കാർ വാഹ് ദത്താത്രേയ ഹൊസബാളയും ADGP അജിത് കുമാറും തമ്മിൽ തൃശൂരിൽ ചർച്ച നടത്തി. എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഉണ്ടയില്ല വെടിയാണ്. കാരണം 2024 ഏപ്രിൽ മാസത്തിൽ തൃശൂരിലോ കേരളത്തിലോ ദത്താത്രേയ ഹൊസബാളെ വന്നിട്ടില്ല. ADGPയിലൂടെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ ഒരു പ്രതികരണം വരുന്നുണ്ട്. ADGP RSS നേതാവ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ആർക്കും ആരെയും കാണാമെന്നാണ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. PV അൻവർ പരാതി ഉന്നയിച്ച രീതി ശരിയായില്ല എന്നുകൂടി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതായി ഇപ്പോൾ അരുൺ അറിയിക്കുന്നുണ്ട് ദുബായിൽ നിന്ന്. പത്തനംതിട്ട CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളിയിൽ 2 മുതിർന്ന നേതാക്കൾക്ക് താക്കീത്. മുൻ MLA A പത്മകുമാറിനെയും മുതിർന്ന നേതാവ് PB ഹർഷകുമാറിനെയും താക്കീത് ചെയ്തു. CPIM ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു നടപടി. പത്തനംതിട്ട ജില്ലയിലെ തന്നെ മുതിർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ A പത്മകുമാറിനെയും PB ഹർഷകുമാറിനെയും ഒരുമിച്ചിരുത്തി നേതൃത്വം കയ്യാങ്കളി വാർത്ത അന്ന് നിഷേധിച്ചിരുന്നു. എന്നാൽ വിഷയത്തിലിപ്പോൾ പാർട്ടി നടപടിയും. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുതിർന്ന നേതാക്കൾ ഏറ്റുമുട്ടിയെന്നത് CPIM ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവം. മാർച്ച് 25-ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്താനാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. പ്രചരണത്തിലെ വീഴ്ചകളുടെ പേരിൽ പത്മകുമാറും ഹർഷകുമാറും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമായതിനാൽ അന്ന് പാർട്ടി നേതൃത്വം വിഷയത്തിൽ മൗനം പാലിച്ചു. എന്നാൽ ഐസക്കിന്റെ തോൽവിയിൽ കയ്യാങ്കളിയും ഒരു കാരണമായെന്ന വിലയിരുത്തലിലേക്ക് സംസ്ഥാന നേതൃത്വവും എത്തുകയായിരുന്നു. സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നടപടികൾക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കും VN വാസവനും പങ്കെടുത്ത ജില്ലാ നേതൃയോഗമാണ് ഇരു നേതാക്കളെയും താക്കീത് ചെയ്യാൻ തീരുമാനിച്ചത്. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയ സമയത്താണ് മുതിർന്ന നേതാക്കൾക്കെതിരായ നടപടി. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നേതൃത്വം സജീവമായി പരിഗണിച്ചിരുന്ന പേരുകൾ കൂടിയാണ് ഹർഷകുമാറിന്റേതും പത്മകുമാറിന്റേതും. 24 പത്തനംതിട്ട. പീഡന ആരോപണം ഉന്നയിച്ച മലപ്പുറത്തെ വീട്ടമ്മയ്ക്കെതിരെ നിയമ നടപടിക്ക് പോലീസ് ഉദ്യോഗസ്ഥർ. പരാതി വ്യാജമാണെന്നും ഗൂഢാലോചന അന്വേഷിക്കണം എന്നും ആവശ്യപ്പെട്ട് DYSP VV ബെന്നി മലപ്പുറം SPക്ക് പരാതി നൽകി. മുട്ടിൽ മരമുറിക്കൽ കേസിൽ കുറ്റപത്രം നൽകുന്നത് തടയാൻ ഒരു വാർത്താ ചാനലാണ് വ്യാജ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് VV ബെന്നി 24നോട് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്നാരോപിച്ച് യുവതി ഇന്നും പരാതി നൽകി. യുവതിയുടെ പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന നിയമോപദേശം ലഭിച്ചതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DYSP VV ബെന്നി മലപ്പുറം SPക്കാണ് പരാതി നൽകിയത്. മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് വ്യാജ ആരോപണം സ്വകാര്യ ചാനൽ നൽകിയതെന്ന് പരാതിയിൽ പറയുന്നു. ഞാൻ SP സാറിന് പരാതി കൊടുത്തിട്ടുണ്ട്. മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണം കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടി ഇത്തരത്തില് വ്യാജമായിട്ടുള്ള പരാതികൾ ഇങ്ങനെ പറയിപ്പിച്ച് അത് ചാനലിൽ എയർ ചെയ്ത് തടയുന്നതിന് ശ്രമിച്ചു എന്നുള്ളതിന്റെ നിലയ്ക്ക് ഞാൻ SP പരാതി കൊടുത്തിട്ടുണ്ട്. VV ബെന്നി അടുത്ത ദിവസം കോടതിയെ സമീപിക്കും. ആരോപണ വിധേയരായ സുജിത് ദാസ് IPSഉം വിനോദ് മലയാട്ടൂരും DGPക്ക് പരാതി നൽകും. മുൻ മലപ്പുറം SP സുജിത് ദാസ്, താനൂർ DYSP VV ബെന്നി, പൊന്നാനി SHO ആയിരുന്ന വിനോദ് മലയാട്ടൂർ എന്നിവർ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു വീട്ടമ്മയുടെ ആരോപണം. അന്വേഷണം ആവശ്യപ്പെട്ട് പൊന്നാനി പോലീസിൽ വീട്ടമ്മ പരാതി നൽകി. അയാൾ കേസ് പിടിച്ചിട്ടുണ്ട് പറഞ്ഞ ശരിയൊന്നും പറഞ്ഞിട്ട് വേഗം പൊന്നാനി മുൻ CI വിനോദ് മലയാട്ടൂരിനെതിരെ യുവതി നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. 24 തിരൂർ. പൊന്നാനിയിൽ വീട്ടമ്മ പീഡന പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ പോലീസിനെ വിമർശിച്ച് PV അൻവർ MLA. ഒരു സ്ത്രീ ബലാത്സംഗ പരാതി നൽകിയിട്ടും FIR ഇടാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. 10 വർഷം മുൻപുണ്ടായ സംഭവത്തിൽ മുകേഷ് MLAക്കെതിരെ പോലീസ് കേസെടുത്തില്ലേ എന്നും PV അൻവർ ചോദിച്ചു. കുഴപ്പം FIR ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യാനുണ്ട്. FIR എന്നത്തേക്കുമല്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. മുകേഷിനെതിരെ കേസെടുക്കാം. സ്വന്തം നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ SPക്ക് ഒരു പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല. ഇത് തന്നെ പോലീസ്. ഇപ്പോൾ 2 വാർത്തകൾ വരുന്നുണ്ട്. അതിലൊന്ന് മഴ മുന്നറിയിപ്പാണ്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുന്നുണ്ട്. ഇന്ന് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുണ്ട്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ
നാളെ യെല്ലോ മുന്നറിയിപ്പുമെന്ന് ഇപ്പോൾ അലക്സ് അറിയിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു വാർത്ത, ഗോകുലം കേരള ചാമ്പ്യന്മാരായിരിക്കുന്നു ക്ലൈമറ്റ് ഹബ് ഫുട്ബോളിൽ എന്ന് അനിൽ വാസുദേവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. അന്വേഷണം CBIക്ക് വിടണം എന്ന അന്വേഷണ സംഘ തലവന്റെ ശുപാർശയ്ക്ക് പിന്നാലെയാണ് DGPയുടെ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുഹമ്മദ് ആട്ടൂരിന്റെ കുടുംബം 24നോട് പ്രതികരിച്ചു. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുഹമ്മദ് ആട്ടൂരിന്റെ കുടുംബം ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന പോലീസ് മേധാവി പുറത്തിറക്കിയത്. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ച് ADGPക്ക് നിർദ്ദേശം. തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി കുടുംബം വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പുരോഗതിയുണ്ടായില്ലെങ്കിൽ CBI അന്വേഷണം എന്ന ആവശ്യം വീണ്ടും ശക്തമാക്കും. ക്രൈംബ്രാഞ്ച് ഒരു സ്വതന്ത്ര ഏജൻസി ആയതുകൊണ്ട് തന്നെ അതിലൊരു ഇടപെടലുകൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് അവരും ഒന്ന് കേസ് അന്വേഷിച്ചിട്ട് ഏത് രീതിയിലാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവല്ലോ. നമുക്ക് ഈ കഴിഞ്ഞ SITയുടെ അതായത് പോലീസിൽ നിന്ന് കുറേ കാര്യങ്ങൾ ലീക്ക് ആവുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് വേണ്ടാന്നും പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ക്രൈംബ്രാഞ്ചിന് കൊടുക്കാമെന്ന്. അപ്പോൾ ആ ആവശ്യം സ്വീകരിച്ചതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നു. ADGP MR അജിത് കുമാറിനുൾപ്പെടെ മാമിയുടെ തിരോധാനത്തിൽ പങ്കുണ്ടെന്നായിരുന്നു PV അൻവർ MLAയുടെ ആരോപണം. കേസന്വേഷണം CBIക്ക് വിടാമെന്നുള്ള അന്വേഷണ സംഘത്തലവന്റെ ശുപാർശ മുന്നിലിരിക്കെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മതിയെന്ന DGPയുടെ തീരുമാനം. 24 കോഴിക്കോട്. ഓണക്കാലമാണ്, നമ്മൾ വിപണിയിലേക്ക് ഒന്ന് പോവുകയാണ്. സപ്ലൈകോ വില വർദ്ധിപ്പിച്ച സബ്സിഡി സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകുകയാണ് കൺസ്യൂമർ ഫെഡ്. വിലക്കയറ്റം മുന്നിൽ കണ്ട് പൊതുവിപണിയിൽ നിന്ന് മുൻകൂട്ടി സാധനങ്ങൾ സംഭരിച്ചതാണ് വിലക്കുറവിന് സഹായകമായത്. സർക്കാർ കുടിശ്ശിക നൽകാത്തതായിരുന്നു സപ്ലൈകോയ്ക്ക് തിരിച്ചടിയായത്. പൊതുവിപണിയിലെ വിലക്കയറ്റം ചൂണ്ടിക്കാട്ടിയാണ് സപ്ലൈകോയിലെ വിലവർധന വകുപ്പ് മന്ത്രി GR അനിൽ ന്യായീകരിച്ചത്. പൊതുവിപണിയിൽ നിന്ന് തന്നെയാണ് കൺസ്യൂമർ ഫെഡും സാധനങ്ങൾ സംഭരിച്ചത്. വിലക്കയറ്റം മുന്നിൽ കണ്ട് മുൻകൂട്ടി സാധനങ്ങൾ സംഭരിച്ചതുകൊണ്ട് കൺസ്യൂമർ ഫെഡിൽ വില കുറഞ്ഞു. എന്നാൽ സർക്കാർ കുടിശ്ശിക നൽകാൻ വൈകിയത് കാരണം സപ്ലൈകോയ്ക്ക് ഉയർന്ന വിലയിൽ സാധനങ്ങൾ സംഭരിക്കേണ്ടി വന്നു. 580 കോടി രൂപ കുടിശ്ശികയിൽ 325 കോടി രൂപ സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകിയത് ഓണവിപണി ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ്. ഇതാണ് സപ്ലൈകോയിൽ വില ഉയരാൻ കാരണം. കൺസ്യൂമർ ഫെഡിലെ വില വിവരം ഇങ്ങനെയാണ്. പഞ്ചസാര കിലോയ്ക്ക് 27 രൂപ, കുറുവാരി 30 രൂപ, തുവരപ്പരിപ്പ് 111 രൂപ. ഇതേ സാധനങ്ങൾക്ക് സപ്ലൈകോയിലെ ഓണച്ചന്തകളിൽ ഉൾപ്പെടെ വില ഇങ്ങനെ: പഞ്ചസാര 33 രൂപ, കുറുവാരി 33 രൂപ, തുവരപ്പരിപ്പ് 115 രൂപ. അതായത് സപ്ലൈകോ വില കൂട്ടിയ ഉൽപ്പന്നങ്ങൾക്കെല്ലാം പഴയ സബ്സിഡി വിലയ്ക്കാണ് കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകൾ വിൽക്കുന്നത്. 24 തിരുവനന്തപുരം. ഇനി ഡൽഹിയിലേക്കാണ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന് CBI. മദ്യനയം രൂപീകരിക്കുമ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിക്ക് സാമ്പത്തിക പിന്തുണ ആവശ്യപ്പെട്ടുവെന്നാണ് CBIയുടെ അന്തിമ കുറ്റപത്രത്തിൽ പറയുന്നത്. ഡൽഹി റൌസ് അവന്യൂ പ്രത്യേക കോടതിയിൽ CBI സമർപ്പിച്ച 5ാമത്തെയും അന്തിമവുമായ കുറ്റപത്രത്തിലാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായ കടുത്ത പരാമർശങ്ങൾ ഉള്ളത്. മദ്യനയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നാണ് ആരോപണം. 2021 മാർച്ചിൽ മനീഷ് സിസോദിയുടെ നേതൃത്വത്തിൽ മദ്യനയം രൂപീകരിക്കുമ്പോൾ കെജ്രിവാൾ ആം ആദ്മി പാർട്ടിക്ക് സാമ്പത്തിക പിന്തുണ ആവശ്യപ്പെട്ടു. കെജ്രിവാളിന്റെ പ്രതിനിധിയായ വിജയ് നായർ മദ്യവ്യവസായികളെ കണ്ട് അനുകൂലമായ മദ്യനയം രൂപീകരിക്കുന്നതിനായി പണം ആവശ്യപ്പെട്ടു. കോഴയായി ലഭിച്ച 100 കോടി രൂപയിൽ 44 കോടിയോളം രൂപ ഗോവയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹവാല മാർഗം കടത്തിയെന്നുമാണ് CBIയുടെ ആരോപണം. ED രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തിഹാർ ജയിലിൽ തടവിലിരിക്കെയാണ് ജൂൺ 26-ന് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തത്. CBIയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിയിരുന്നു. 24 ഡൽഹി. മറ്റു വാർത്തകളിലേക്ക്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിന് തലവേദന ഒഴിയുന്നില്ല. സ്ഥാനാർത്ഥി പട്ടികയിൽ എതിർപ്പുമായി കൂടുതൽ നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വരികയാണ്. BJP ആവശ്യപ്പെട്ടാൽ ഗുസ്തി താരവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനേഷ് ഫോഗട്ടിനെതിരെ പ്രചാരണം നടത്തും എന്നാണ് ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് വ്യക്തമാക്കിയത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി ദേശീയ നേതൃത്വത്തെ എതിർപ്പറിയിച്ചു. പട്ടികയിൽ മാറ്റം വരുത്തണമെന്നും കഴിവില്ലാത്തവർക്കാണ് ടിക്കറ്റ് നൽകിയതെന്നുമാണ് വിമർശനം. എന്നാൽ പട്ടികയിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. നേതാക്കളുടെ എതിർപ്പ് പരിഹരിക്കാൻ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ സംസ്ഥാനത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും.
ജുലാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയ വിനേഷ് ഫോഗട്ടിനെതിരെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് രംഗത്തെത്തി. തനിക്കെതിരായ ലൈംഗികാരോപണങ്ങൾ കോൺഗ്രസ് ആസൂത്രണം ചെയ്തതെന്നായിരുന്നു പ്രതികരണം. इनके साथ कोई घटना नहीं घटी है, एक सुनियोजित सोची समझी चाल है जिसको कांग्रेस ने लिखा था. പാർട്ടി മുന്നോട്ട് വെച്ച ഫോർമുല കോൺഗ്രസ് അംഗീകരിക്കാതെ വന്നതോടെ 50 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് വിവരം. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തി. വാഹന പരിശോധനയും കർശനമാക്കി. പോളിംഗ് ബൂത്തുകളിലും സമീപ പ്രദേശങ്ങളിലും താൽക്കാലിക നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. സുരക്ഷാ സേനയുടെ ഉന്നതതല യോഗത്തിൽ സാഹചര്യം വിലയിരുത്തി. 24 ഡൽഹി. സംഘർഷം രൂക്ഷമായി തുടരുന്ന മണിപ്പൂരിൽ വെടിവയ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. ജിരിബാമിൽ ഉറങ്ങിക്കിടക്കുന്നവർക്ക് നേരെയാണ് അക്രമികൾ വെടിയുതിർത്തത്. സംഘർഷങ്ങൾക്ക് പിന്നിൽ കുക്കി വിഭാഗമെന്നാണ് മണിപ്പൂർ പോലീസിന്റെ ആരോപണം. മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ റോക്കറ്റ് ഷെൽ ആക്രമണത്തിന് പിന്നാലെയാണ് ജിരിബാം ജില്ലയിലും ആക്രമണമുണ്ടായത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ആക്രമണം. വീട്ടിലുറങ്ങുകയായിരുന്ന ആൾക്കുനേരെ അക്രമി സംഘങ്ങളെത്തി വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. 4 പേർ ആയുധധാരികളായിരുന്നുവെന്ന് മണിപ്പൂർ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മണിപ്പൂർ മുൻ മുഖ്യമന്ത്രിയുടെ വീടിന് നേരെയും റോക്കറ്റ് ഷെൽ ആക്രമണമുണ്ടായി. ഒരാൾ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബിഷ്ണുപൂർ, ഇംഫാൽ ഈസ്റ്റ് ജില്ലകളിൽ ഒന്നിലധികം ഡ്രോണുകൾ കണ്ടതായി പ്രദേശവാസികൾ അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ കുക്കി വിഭാഗമാണെന്ന് മണിപ്പൂർ പോലീസ്. മണിപ്പൂർ ഇന്റഗ്രിറ്റി കോർഡിനേറ്റിംഗ് കമ്മിറ്റി മണിപ്പൂരിൽ പൊതു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഉന്നതതല യോഗം ചേർന്നു. 24 ഡൽഹി. നിവിൻ പോളിക്കെതിരായ ലൈംഗിക പീഡന ആരോപണത്തിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. വിവാദങ്ങൾക്കിടെ സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ ചർച്ച കൊച്ചിയിൽ തുടങ്ങി. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ സിനിമാ കോൺക്ലേവ് ജനുവരിയിലേക്ക് മാറ്റാനും ആലോചനയുണ്ട്. നിവിൻ പോളി വിദേശത്ത് വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. എന്നാൽ പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസങ്ങളിൽ താൻ വിദേശത്തല്ലായിരുന്നുവെന്നും കൊച്ചിയിലുണ്ടായിരുന്നുവെന്നും തെളിയിക്കുന്ന രേഖകൾ നിവിൻ പോളി DGPക്ക് ഇന്നലെ കൈമാറിയിരുന്നു. തീയതികളിലെ അവ്യക്തത കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം നിവിൻ പോളിയുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിനിടെ സിനിമാ നയരൂപീകരണ സമിതിയുടെ ചർച്ചകൾക്ക് കൊച്ചിയിൽ തുടക്കമായി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, വിതരണക്കാരുടെ സംഘടന എന്നിവരുമായാണ് ആദ്യ ചർച്ച. നയരൂപീകരണ സമിതിയിൽ നിന്നും ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മാക്ട കത്ത് നൽകി. മറ്റ് സംഘടനാ പ്രതിനിധികളെ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. സിനിമാ കോൺക്ലേവ് ജനുവരിയിലേക്ക് മാറ്റാനും ആലോചനയുണ്ട്. നവംബർ മാസത്തിൽ കൊച്ചിയിൽ സിനിമാ കോൺക്ലേവ് നടത്താനായിരുന്നു ആദ്യ തീരുമാനം. നവംബർ, ഡിസംബർ മാസങ്ങളിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് കോൺക്ലേവ് ജനുവരിയിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നതെന്ന് സിനിമാ നയരൂപീകരണ സമിതി വ്യക്തമാക്കി. 24 കൊച്ചി. ഷിരൂർ വാർത്ത എന്തായെന്ന് നേരത്തെ ചില പ്രേക്ഷകർ ചോദിച്ചിരുന്നു. നമ്മൾ ഇനി പോകുന്നത് ആ വാർത്തയിലേക്കാണ്. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ അടുത്ത വ്യാഴാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കും. ഗോവ പോർട്ടിൽ നിന്ന് ഡ്രഡ്ജർ ബുധനാഴ്ച ഗംഗാവലി പുഴയിലെത്തിക്കും. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് ജില്ലാ ഭരണകൂടം ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകിയത്. ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുന്നോടിയായുള്ള പരിശോധനകൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഡ്രഡ്ജറിന്റെ ചെലവ് പൂർണ്ണമായി സംസ്ഥാന സർക്കാർ വഹിച്ചു. ഷിരൂരിൽ ദൗത്യത്തിന് തടസ്സമായിരുന്ന മോശം കാലാവസ്ഥയും മാറി. ഇതോടെയാണ് അടുത്ത ആഴ്ചയിൽ തെരച്ചിൽ പുനരാരംഭിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. ഗോവ പോർട്ടിൽ നിന്ന് ഡ്രഡ്ജർ ഷിരൂരിലെത്തിക്കാൻ 38 മണിക്കൂർ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം. ഡ്രഡ്ജർ എത്തിയാലുടൻ പുഴയുടെ അടിത്തട്ടിലുള്ള മണ്ണ് നീക്കം ചെയ്തു തുടങ്ങും. നേവിയുടെ പരിശോധനയിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തെ മണ്ണും കല്ലുകളുമായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് ആദ്യം നീക്കം ചെയ്യുക. തുടർന്ന് നാവികസേനയും ഈശ്വർ മാൽപ്പയുടെ സംഘവും പുഴയിലിറങ്ങിയുള്ള പരിശോധന വീണ്ടും തുടങ്ങും. 24 ബംഗളൂരു. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ റോഡ് ഉദ്ഘാടനത്തിന് എതിരെ CPIM ശക്തി കേന്ദ്രത്തിൽ പോസ്റ്റർ. കോഴിക്കോട് പാറക്കടവ് ചെക്യാട് റോഡ് നിർമ്മാണത്തിൽ അഴിമതി എന്നാണ് വിമർശനം. ചെക്യാട് ടൗണിൽ പതിപ്പിച്ച പോസ്റ്ററുകൾ മന്ത്രി ഉദ്ഘാടനത്തിന് എത്തുന്നതിന് മുൻപേ നീക്കം ചെയ്തു. ഇന്ന് രാവിലെ 10:30 നാദാപുരം മണ്ഡലത്തിലെ പാറക്കടവ് ചെക്യാട് റോഡിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആയിരുന്നു ഉദ്ഘാടകൻ. ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപാണ് CPIM ശക്തി കേന്ദ്രമായ ചെക്യാട് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. പൂർത്തിയാകാത്ത അഴിമതി റോഡ് എന്തിന് ഉദ്ഘാടനം ചെയ്യുന്നു എന്നായിരുന്നു പോസ്റ്ററിൽ. ടൗണിലുടനീളം പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾക്ക് സമീപം കരിങ്കൊടിയും സ്ഥാപിച്ചിരുന്നു. എന്നാൽ മന്ത്രി എത്തുന്നതിന് തൊട്ടു മുൻപ് പോസ്റ്ററുകൾ നീക്കം ചെയ്തു. പിന്നാലെ
ഉദ്ഘാടനം കഴിഞ്ഞ് മന്ത്രി മടങ്ങി. നേരത്തെ കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിനെതിരെ വ്യാപക പരാതികൾ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. റോഡ് നിർമ്മാണം അനന്തമായി നീളുന്നതും അശാസ്ത്രീയതയുമായിരുന്നു പരാതിക്ക് പിന്നിൽ. കൃത്യമായ നടപടി ഉണ്ടാകാഞ്ഞതിനെ തുടർന്നാണ് പോസ്റ്റർ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. 24 കോഴിക്കോട്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം നഗരമേഖലയിൽ സർവീസ് നടത്തുന്നതിന് അനുവദിച്ച ഇലക്ട്രിക് ബസ്സുകൾ ജില്ല വിട്ടു പോകുന്നു എന്ന പരാതിയുമായി കോർപ്പറേഷൻ. KSRTC കരാർ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷിന് പരാതി നൽകി. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനും സ്മാർട്ട് സിറ്റി ലിമിറ്റഡും KSRTC സ്വിഫ്റ്റും തമ്മിൽ കരാർ ഒപ്പുവെക്കുന്നത്. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി മൊബിലിറ്റി ഘടകത്തിൽപ്പെടുത്തി 2 ഡബിൾ ഡെക്കർ ഉൾപ്പെടെ 115 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി. തിരുവനന്തപുരം നഗരത്തിനുള്ളിലും ഭാഗികമായി സബ് അർബൻ പ്രദേശങ്ങളിലും ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുമെന്നായിരുന്നു കരാർ. നഗരത്തിനുള്ളിലെ യാത്രക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും നഗരപരിധിക്ക് പുറത്തുനിന്ന് നഗരത്തിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്നതിനുമാണ് മുൻഗണന. എന്നാൽ കരാർ വ്യവസ്ഥകൾ KSRTC പാലിക്കുന്നില്ല എന്നാണ് നഗരസഭയുടെ പരാതി. ബസ്സുകൾ നഗരവും ജില്ലയും വിട്ട് സർവീസ് നടത്തുന്നുവെന്ന് നഗരസഭ ആരോപിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിനുള്ളിലും ഭാഗികമായി സബർബൻ പ്രദേശങ്ങളിലും മാത്രമായി സർവീസ് നടത്തേണ്ട ബസ്സുകൾ ദുരുപയോഗം ചെയ്യുന്നു. വരുമാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും KSRTC പാലിക്കുന്നില്ല. ത്രികക്ഷി കരാർ പാലിക്കുന്നതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് തദ്ദേശ മന്ത്രിക്ക് നൽകിയ പരാതിയിൽ മേയർ ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ബസ്സുകൾ നഗരത്തിനുള്ളിൽ സർവീസ് നടത്തുന്നതിന് നഗരസഭയ്ക്ക് അവസരം നൽകണമെന്നും മന്ത്രിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. യാത്ര പോകാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നും അതിന് തടസ്സമാകില്ല എന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട്ടെ 16 വയസ്സുകാരൻ. +1 വിദ്യാർത്ഥിയായ എബിൻ ബാബു ഒറ്റയ്ക്ക് നടത്തിയ യാത്രയിൽ കണ്ടുതീർത്തത് 12 സംസ്ഥാനങ്ങളും അയൽ രാജ്യമായ നേപ്പാളും. എബിന്റെ യാത്രയ്ക്ക് ഒരു സവിശേഷതയുണ്ട്, അതിലേക്കാണ് ഇനി. ചെറുപ്പം തൊട്ട് യാത്ര ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. പിന്നീട് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ആരും കൊണ്ടുപോയില്ല, അപ്പോൾ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതായിരുന്നു ഞാൻ. രണ്ടും കൽപ്പിച്ച് എബിൻ യാത്ര തുടങ്ങി. കയ്യിലുള്ളത് 30,000 രൂപ മാത്രം. പക്ഷേ നിരാശനായില്ല. ഞാൻ കൂടുതലും പൈസ കുറവായതുകൊണ്ട് തന്നെ കൂടുതലും ലിഫ്റ്റ് അടിച്ച് പോകാൻ വേണ്ടി വിചാരിച്ച്. പിന്നെ ബസ്സും ട്രെയിനൊക്കെ പിടിക്കുന്ന സമയത്തൊക്കെ ബസ്സും ട്രെയിനും പിടിക്കും. കൂടുതലും ലിഫ്റ്റ് അടിച്ചായിരുന്നു പോയത്. കോഴിക്കോട് നിന്ന് ആദ്യം എത്തിയത് ഗോവയിൽ, പിന്നെ പല നാടുകൾ, ഒടുവിൽ നേപ്പാളിലും. ഏപ്രിൽ 7-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഏപ്രിൽ 7-ാം തീയതി ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി ഇവിടുന്ന് ഗോവയിലെത്തി. ഗോവയിൽ നിന്ന് പിന്നെ ലിഫ്റ്റ് അടിച്ച് മുംബൈ വരെ പോയി. അതിന് മുംബൈയിൽ നിന്ന് പിന്നെ രാജസ്ഥാനിൽ ജയ്സൽമീർ, ജോധ്പൂർ, ഉദയ്പൂർ, പിന്നെ അവിടുന്ന് നേരെ ആഗ്ര, പിന്നെ ഡൽഹി, പിന്നെ ഡൽഹിയിൽ നിന്ന് നേരെ ഉത്തരാഖണ്ഡ്, ഋഷികേശിൽ നിന്ന് ഹിമാചൽ, മനാലി, കസോൾ, ബർഷാനി, പിന്നെ അവിടെ നേരെ പഞ്ചാബ് നേരെ കാശ്മീരും, സോൻമാർഗ്, ശ്രീനഗർ, ഗുൽമാർഗ്, പഹൽഗാം, പിന്നെ അവിടെ നേരെ വാരണാസി വന്ന് അവിടുന്ന് നേപ്പാൾ കയറിയിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് വന്നിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. യാത്ര ഇഷ്ടപ്പെടുന്നവരോട് എബിന് പറയാനുള്ളത് ഇങ്ങനെ: പൈസ ഒരു തടസ്സമായിട്ട് എനിക്കിത് തോന്നിയിട്ടില്ല. സമയം കണ്ടെത്തുക മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സമയമുള്ളവർക്കും പറ്റും. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ യാത്ര. ഓരോരുത്തരുടെ മൈൻഡാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. കോഴിക്കോട്. ഇടുക്കി കാന്തല്ലൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ ആക്രമിച്ചു. 2 മാസമായി മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങി ഒറ്റയാൻ ഏറെ നേരം പരിഭ്രാന്തി പരത്തി. പ്രദേശത്ത് വ്യാപകമായി നാശനഷ്ടമുണ്ടാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും ആനയെ ആക്രമിച്ചു. ആന വന്ന് ആൾക്കാരെ വന്ന് പേടിപ്പിച്ച് ആന വന്ന് ഓട്ടോനെ ഇടിച്ച് ഇവിടെ നിന്ന് ഒരു മീറ്ററെങ്കിലും ഉന്തിക്കൊണ്ടുപോയി. പടുതയും പിന്നെ ഈ സൈഡ് ഭാഗം എനിക്ക് പോയിട്ടുണ്ട്. താഴെ കുറച്ചില്ലെങ്കിൽ വീടിൻ്റെ മുകളിലേക്ക് ചാച്ചാന് ആന. അത്രയ്ക്കും ദേശത്തിലാണ് വന്നത്. ഭയങ്കര ചുരുട്ടിക്കൊണ്ട് വാലും ചുരുട്ടിക്കൊണ്ട് വന്ന ആൾക്കാരൊക്കെ പേടിച്ച് ഭീതിയിൽ എല്ലാവരും ഓടി. അതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ജീവിക്കാനേ പറ്റത്തില്ല. വീടുകൾ ആക്രമിക്കാൻ പാഞ്ഞെടുത്ത ആനയെ നാട്ടുകാർ വിരട്ടി ഓടിച്ചു. റിസോർട്ട് കോമ്പൗണ്ടിനുള്ളിലും ആനകൾ എത്തുന്നത് പതിവാണ്. വനം വകുപ്പിന്റെ ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി.
ഇനി കായിക വാർത്തകളിലേക്ക്. ക്ലൈമറ്റ് കപ്പ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ചാമ്പ്യന്മാർ. ഫൈനലിൽ ജമ്മു കാശ്മീർ ബാങ്ക് ടീമിനെതിരില്ലാത്ത 4 ഗോളിന് തകർത്താണ് കിരീട നേട്ടം. മഷൂർ, തൽപൂയ്യ, വസീം എന്നിവരുടെ ഗോളുകൾക്കൊപ്പം ഒരു സെൽഫ് ഗോളും ഗോകുലത്തിന് അനുകൂലമായി. ഗോകുലം കേരള FCയുടെ ചരിത്രത്തിലെ 8ാം കിരീടം ആണിത്. 2 തവണ ഐ ലീഗും 1 തവണ ഡ്യൂറൻ കപ്പും ഗോകുലം കേരള FC സ്വന്തമാക്കിയിട്ടുണ്ട്. സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി മലപ്പുറം FCയെ നേരിടും. രാത്രി 8-ന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിന്റെ സ്വന്തം പ്രൊഫഷണൽ ലീഗ് സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഇന്ന് കിക്ക് ഓഫ്. ഫ്രാഞ്ചൈസി മാതൃകയിൽ 6 നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള 6 ടീമുകൾ. ഹോം ആൻഡ് എവേ ഫോർമാറ്റിൽ ലീഗ് മത്സരങ്ങൾ, അതിനുശേഷം സെമി ഫൈനലും ഫൈനലും. ഇനി പന്ത് പാറണ പൂരത്തിൻ്റെ നാളുകളാണ്. തിരുവനന്തപുരം കൊമ്പൻസ്, ഫോഴ്സ കൊച്ചി, തൃശൂർ മാജിക്, മലപ്പുറം FC, കാലിക്കറ്റ് FC, കണ്ണൂർ വാരിയേഴ്സ്. സൂപ്പർ ലീഗ് കേരളയുടെ പ്രഥമ സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ടീമുകൾ. മിന്നും താരങ്ങളും സൂപ്പർ പരിശീലകരുമൊക്കെയായി ഉദ്ഘാടന സീസൺ തന്നെ കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് SLK. കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരം കെർവൻ ബെൽഫോർട്ട്, ചെന്നൈയിൻ FCക്കായി കളിച്ചിരുന്ന റാഫേൽ അഗസ്റ്റോ, ഗോകുലം കേരള നായകനായിരുന്ന അലക്സിസ് സാഞ്ചേസ് തുടങ്ങിയ വിദേശ താരങ്ങളും CK വിനീതിനെയും അനസ് എടത്തൊടുകയും പോലുള്ള ഇന്ത്യൻ താരങ്ങളും വി മിഥുനെയും നിജോ ഗിൽബർട്ടിനെയും പോലെ സന്തോഷ് ട്രോഫിയിൽ പയറ്റി തെളിഞ്ഞ താരങ്ങളും ഒത്തുചേരുമ്പോൾ ലീഗിൽ താരത്തിളക്കത്തിന് ഒട്ടും കുറവുണ്ടാകില്ല. ചെന്നൈയിൻ FCയെ ISL ചാമ്പ്യന്മാരാക്കിയ ജോൺ ഗ്രിഗറിയെ പോലുള്ള സൂപ്പർ പരിശീലകരുമുണ്ട്. പൃഥ്വിരാജ്, ആസിഫ് അലി, ലിസ്റ്റിൻ സ്റ്റീഫൻ തുടങ്ങി സിനിമാ മേഖലയിലുള്ളവർ ടീം ഉടമകളുടെ റോളിലും ലീഗിന്റെ ഭാഗമാകുന്നു. ഈ ഓരോ സ്ഥലത്തെയും ലോഞ്ചിന് പോയി കഴിയുമ്പോൾ നമുക്ക് വളരെ വലിയൊരു ആവേശം, എൻഗേജ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. ഞാൻ കാലിക്കറ്റിൽ സത്യത്തിൽ അന്ന് ബീച്ചിൽ ഏകദേശം 30,000 ആൾക്കാർ അവരുടെ ലോഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് തന്നെ വലിയൊരു സപ്പോർട്ടായിട്ട് നമ്മൾ കാണുകയാണ്. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ വന്ന് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം എന്നുള്ളതാണ് നമ്മളുടെ റിക്വസ്റ്റ്. കൊച്ചിയിലെ ഉദ്ഘാടന മത്സരത്തിൽ നടൻ പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള ഫോഴ്സ കൊച്ചി മലപ്പുറം FCയെ നേരിടും. മത്സരത്തിന് മുമ്പ് 6 മണി മുതൽ വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുമുണ്ട്. കൊച്ചിയിൽ നിന്ന് അധീഷിനൊപ്പം അനിൽ വാസുദേവ്, 24. തിരുവനന്തപുരം നഗരത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് 2 ദിവസമാകുന്നു. അറ്റകുറ്റപ്പണിക്കായി അരുവിക്കരയിലെ പ്ലാന്റ് താൽക്കാലികമായി അടച്ചതും തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കൽ പ്രവർത്തനങ്ങളെ തുടർന്നുമാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത്. ഇന്നലെ ഉച്ചയോടെ നഗരത്തിൽ ജലവിതരണം പുനരാരംഭിക്കുമെന്നാണ് ജല അതോറിറ്റി ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് ഇന്ന് രാവിലെ വിതരണം തുടങ്ങുമെന്നും അറിയിച്ചു. എന്നാൽ ഇതുവരെ നഗരത്തിൽ വെള്ളമെത്തിയിട്ടില്ല. അരുവിക്കര പ്ലാന്റിലെ അറ്റകുറ്റപ്പണികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണ് വിവരം. സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ജലവിതരണത്തെ ബാധിക്കുന്നുണ്ട്. ജലവിതരണം പുനരാരംഭിക്കുന്നത് വൈകാനാണ് സാധ്യത. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 33 വാർഡുകളിൽ പൂർണ്ണമായും 12 വാർഡുകളിൽ ഭാഗികമായും ശുദ്ധജല വിതരണം മുടങ്ങിയിട്ടുണ്ട്. പലയിടങ്ങളിലും നഗരസഭയും ജല അതോറിറ്റിയും ടാങ്കറുകളിൽ വെള്ളമെത്തിക്കുന്നുണ്ട്. ഇന്നലെ സെക്രട്ടേറിയറ്റിലെ ജലവിതരണം മുടങ്ങിയിരുന്നു. ഉച്ചയോടെയാണ് സെക്രട്ടേറിയറ്റിൽ ടാങ്കുകളിൽ വെള്ളമെത്തിച്ചത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സെക്രട്ടേറിയറ്റിൽ യോഗം ചേരും. 24 തിരുവനന്തപുരം. ADGP RSS നേതാവ് കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി മന്ത്രി സജി ചെറിയാൻ. ആർക്കും ആരെയും കാണാമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. ഉയർന്നുവരുന്ന വിവാദങ്ങൾ പച്ചക്കള്ളമാണ്. PV അൻവർ MLA പരാതി ഉന്നയിച്ച രീതി ശരിയായില്ലെന്നും സജി ചെറിയാൻ കുറ്റപ്പെടുത്തി. ഈ രാജ്യത്ത് ആർക്കെല്ലാം ആരെങ്കിലും കാണാൻ അവകാശമുണ്ട്. അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറയണം. ഇതിൻ്റെ വെറും രാഷ്ട്രീയമാണിത്. അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ രീതിയെപ്പറ്റി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനകത്തൊന്നും സംശയമൊന്നും വേണ്ട. അത് പാർട്ടിയുടെ മുമ്പായി അദ്ദേഹം പറയേണ്ടതായിരുന്നു, അല്ലെങ്കിൽ മുൻകൂട്ടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തേണ്ടതായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന് താല്പര്യം കുറവായതുകൊണ്ടായിരിക്കും അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത്. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെൻറ് തള്ളിയില്ല. അത് അന്വേഷിക്കാൻ ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ DGPയെ തന്നെ ചുമതലപ്പെടുത്തി.
ഈ പറയുന്ന ഒരാരോപണത്തിനും അടിസ്ഥാനമില്ല. പച്ചക്കള്ളം പറഞ്ഞ് ഗവൺമെൻറ് അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പറയുന്ന ആരോപണങ്ങളും സമരങ്ങളും എല്ലാം. അത് കേരളത്തിലെ ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഗുഡ് ആഫ്റ്റർനൂൺ. പൂർത്തിയാവുകയാണ്.